നവകേരളം കെട്ടിപ്പടുക്കുന്നതിനായുള്ള നിർണായക മുന്നേറ്റത്തിൽ 25 പ്രവർത്തന വർഷങ്ങൾ പൂർത്തിയാക്കി കിഫ്ബി. പ്രധാന അടിസ്ഥാന സൗകര്യ വികസന മേഖലകളായ പൊതുമരാമത്ത്, ആരോഗ്യം, വിദ്യാഭ്യാസം ഉൾപ്പെടെ എല്ലായിടത്തും കിഫ്ബിയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ 90,562 കോടി രൂപയുടെ 1,190 പദ്ധതികൾക്കാണ് കിഫ്ബി അംഗീകാരം നൽകിയത്. രജത ജൂബിലിയുടെ ഭാഗമായി വിപുലമായ ആഘോഷ പരിപാടികളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷീജയും, കൊച്ചിയിൽ നിന്ന് തിയോഫിനും, പാലക്കാട് നിന്ന് സച്ചിനും ചേരുന്നുണ്ട്. ഇപ്പോൾ ഷീജ, ഒരുപക്ഷെ കിഫ്ബി സമാനതകളില്ലാത്ത വികസന മാതൃക എന്ന് തന്നെ പറയാം. കേരളത്തിൻ്റെ വികസന കുതിപ്പിന് ഊർജവും വഴിയും പകർന്നു തന്ന കിഫ്ബിയാണ് 25 വർഷം പൂർത്തിയാക്കുന്നത്. ഇപ്പോഴും അവിശ്രമമായി കിഫ്ബിയുടെ പദ്ധതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇന്നത്തെ ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, ഒപ്പം തന്നെ കിഫ്ബിയുടെ ഭാവി പ്രവർത്തന പരിപാടികളെക്കുറിച്ചും? തീർച്ചയായും സിജു, ഏതായാലും കിഫ്ബി വലിയ നേട്ടം സ്വന്തമാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം അവർ ലക്ഷ്യമിട്ടിരുന്നത് 50,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കൃത്യമായ കണക്കുകൾ സഹിതം പറയുകയാണെങ്കിൽ 90,562 കോടി രൂപയുടെ 1,190 പദ്ധതികൾക്ക് അംഗീകാരം നൽകിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്ത് അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിഫ്ബിയുടെ പങ്ക് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ചും റോഡുകളാകട്ടെ, പാലങ്ങളാകട്ടെ, അല്ലെങ്കിൽ സ്കൂളുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാകട്ടെ, അങ്ങനെ എല്ലാ ഇടങ്ങളിലും കിഫ്ബിയുടെ കയ്യൊപ്പ് കൃത്യമായ രീതിയിൽ പതിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു മാറ്റം കഴിഞ്ഞ 9 വർഷങ്ങളിലായി സംസ്ഥാനത്ത് അതിൻ്റെ മാറ്റം കണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ്. ആ രീതിയിലുള്ള വികസനത്തിൽ കിഫ്ബിയുടെ കയ്യൊപ്പ് മുഖാന്തരമുള്ള മാറ്റം അത് കൃത്യമായ രീതിയിൽ തന്നെ അടയാളപ്പെടുത്തി തന്നെയാണ് ഓരോ വർഷങ്ങളും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ വരും വർഷങ്ങളിലും കൂടുതൽ വരുമാനത്തിലൂന്നിക്കൊണ്ട് അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് അത് കൃത്യമായ രീതിയിൽ പൂർത്തീകരിച്ച് ഇനിയും കുറേ പദ്ധതികൾ പ്രഖ്യാപിച്ചു നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ 25 വർഷം പൂർത്തിയാക്കുന്ന ഘട്ടം. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ പ്രത്യേകിച്ചും വിഴിഞ്ഞം തുറമുഖത്തിനോടനുബന്ധിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിലടക്കം കിഫ്ബിക്ക് പങ്കുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ സർവ്വ മേഖലയിലും വലിയ തോതിലുള്ള മാറ്റം കിഫ്ബിയിലൂടെ വരുത്തുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് ഈ കിഫ്ബിയുടെ 25ാം വാർഷികാഘോഷ പരിപാടികൾ ഇവിടെ തിരുവനന്തപുരത്ത് തീരുമാനിച്ചിട്ടുള്ളത്. സിജു, വൈകുന്നേരം 6 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ നടക്കുന്ന ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുക. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ ഇനി കിഫ്ബി ഏത് രീതിയിൽ മുന്നോട്ട് എന്നുള്ള കാര്യം ധനമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ കാര്യങ്ങൾ ആ യോഗത്തിൽ വിശദീകരിക്കുന്നതായിരിക്കും. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ ഇനി സംസ്ഥാന സർക്കാരിന് മുന്നിൽ, കാരണം സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതിൻ്റെ ഇരട്ടി ഇതിനകം തന്നെ ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേട്ടം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ തരത്തിൽ മുന്നോട്ട് പോകും കിഫ്ബി എന്നുള്ളതിൻ്റെ ഒരു സൂചനകൾ കൂടി അതിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷീജ, ഈ സാഹചര്യത്തിൽ എടുത്തു പറയേണ്ടതാണ്, കിഫ്ബിയുമായി വരുമ്പോൾ പ്രതിപക്ഷവും ചില വലതുപക്ഷ മാധ്യമങ്ങളും നടത്തിയ കുപ്രചാരണങ്ങളുണ്ട് കിഫ്ബി പദ്ധതിയെ സംബന്ധിച്ച്. പക്ഷേ കിഫ്ബി ആയിരുന്നു ശരിയെന്ന് പിന്നീട് കാലം തെളിയിക്കുകയും ചെയ്തു. കേരളത്തിലെ പാലങ്ങൾ, റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എല്ലാം തന്നെ മുഖച്ഛായ മാറ്റിയത് കിഫ്ബി ഒന്നുകൊണ്ട് മാത്രമാണ്. വിഭവപരിമിതമായ ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു ആൾട്ടർനേറ്റീവ് മാതൃക കിഫ്ബിയിലൂടെ കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന് കഴിച്ചു. അതായത് LDF സർക്കാരിൻ്റെ കൃത്യമായൊരു ദിശാബോധം, കൃത്യമായൊരു ഇച്ഛാശക്തി, അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയായിരുന്നു കിഫ്ബി എന്ന് പറയാം. ഒരുപക്ഷെ ഈ വിമർശകർക്ക് കൂടി വായടപ്പിക്കുന്ന മറുപടി നൽകാൻ കിഫ്ബിയുടെ പദ്ധതികളിലൂടെ കഴിഞ്ഞു. തീർച്ചയായും സിജു, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും തന്നെയാണ്. കാരണം ഈ 2016 1ാം പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോഴാണ് കിഫ്ബിയെ ആകെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുന്ന നടപടി സ്വീകരിക്കുന്നത്. അതിനുശേഷമാണ് കിഫ്ബിയിലൂടെ കൃത്യമായ രീതിയിൽ ഇത്ര വർഷം കൊണ്ട് ഇത്ര തുകയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകി മുന്നോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനമൊക്കെ എടുക്കുന്നത്. അങ്ങനെ ആ രീതിയിൽ വരുത്തിയ ഒരു മാറ്റം അത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, കേരളത്തിൽ ഉള്ള മണ്ഡലങ്ങളിൽ ഈ 140 മണ്ഡലങ്ങളിലും ഒരു മണ്ഡലത്തിൽ പോലും കക്ഷി രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു നടപടിയല്ല സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. എവിടെയൊക്കെയാണോ റോഡുകൾ ആവശ്യം, എവിടെയൊക്കെയാണോ പാലങ്ങൾ ആവശ്യം, അവിടെയൊക്കെ കിഫ്ബിയിലൂടെ അതിനു വേണ്ട ധനസഹായം ഒരുക്കി കൊടുക്കുക, അവിടെ കൃത്യമായ രീതിയിൽ അത് പ്രാവർത്തികമാക്കുക, അതാണ് ലക്ഷ്യമിട്ടിരുന്നത്. ഇന്ന് രാവിലെ ധനമന്ത്രി KN ബാലഗോപാൽ കൈരളി ന്യൂസിനോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യമാണ്, പ്രതിപക്ഷം കിഫ്ബിയെ വിമർശിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ അതൊരു രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ടുള്ള വിമർശനമാണ്. പക്ഷേ അവരുടെ മണ്ഡലങ്ങളിൽ സർക്കാർ കൃത്യമായ രീതിയിൽ തന്നെ കിഫ്ബിയിലൂടെയുള്ള വികസനം യാഥാർത്ഥ്യമാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് തന്നെയാണ് പ്രതിപക്ഷത്തിനുള്ള മറുപടി എന്ന് പറയുന്നത്. കാരണം അവർ ഓരോരുത്തരും അവരുടെ മണ്ഡലങ്ങളിൽ
കിഫ്ബിയിൽ ഊന്നിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ രുചി ആസ്വദിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന് വേണ്ടി വിമർശിക്കും എങ്കിൽ പോലും അവരുടെ മണ്ഡലങ്ങളിൽ കിഫ്ബിയിൽ ഊന്നിയുള്ള വികസനം വന്നിട്ടില്ല എന്നുള്ളത് അവർക്ക് പറയുവാൻ വേണ്ടി സാധിക്കില്ല. കാരണം ആ രീതിയിലാണ് സർക്കാർ സംസ്ഥാന വ്യാപകമായി കിഫ്ബിയിലൂടെ ഈ മാറ്റം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. സിജു.